ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു റെയിനി ഈവനിങ് ആണ്. റെയിനി ഈവനിങ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരാ, ഒരു ഹെവി റെയിനിങ് ഈവനിങ് ആണ്. അപ്പോൾ ഇതാ മോള് പഠിക്കാനിരിക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനും എഴുതാനും ഉണ്ട് കേട്ടോ. 3ാം ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ 3ാം ക്ലാസ്സൊക്കെ നമ്മുടെ 5ാം ക്ലാസ് പോലെയാണ് കേട്ടോ. വലിയ കാര്യങ്ങളൊക്കെയാണ് എഴുതാനും പഠിക്കാനും ഉള്ളത്. അപ്പോൾ മോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാനിതാ വന്ന് വൈകുന്നേരത്തേക്ക് കറികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു വാഴച്ചുണ്ട് കിട്ടിയ സ്ഥിതിക്ക് വാഴച്ചുണ്ടും പയറും കൂടി ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വാഴച്ചുണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ തോരനുള്ള സാധനങ്ങൾ സാധാരണയായിട്ട് ഞാൻ അരിയുന്നത് ചോപ്പറിലിട്ടാണ് കേട്ടോ. അതാവുമ്പോൾ ചെറുതായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ കഴിക്കാനും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോപ്പറിലിട്ടാണ് അരിയാറ്. പക്ഷേ ഒരു കറയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കൈകൊണ്ട് അരിഞ്ഞെടുത്ത സാധനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കറ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിതാ കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇടുകയാണ്. അതിലോട്ട് ചേർക്കുന്ന അരപ്പിൽ ഞാൻ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയായിട്ട് ചതച്ചെടുത്താണ് ചെയ്തത്. അത് അതിലോട്ട് തട്ടിയതിന് ശേഷം നമ്മുടെ വൻപയർ വേവിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതിൻ്റെ കുറച്ച് വെള്ളത്തോടുക്കനെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ വാഴച്ചുണ്ട് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ പയറിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതി കേട്ടോ. അന്നേരത്തേക്കും നല്ലൊരു തോരൻ റെഡിയായി കിട്ടുമേ. ഈ സാധനം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തുണി മടക്കാനായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. മോൻ തൊട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് മടക്കാനായിട്ട് ഒരുപാട് തുണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.